പത്തനംതിട്ട റാന്നി റീന കൊലക്കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി. പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെയാണ് വിധി. കൊല്ലപ്പെട്ട റീനയുടെ ഭർത്താവ് മനോജിനെയാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്. മക്കളുടെ മുന്നിലിട്ടാണ് അമ്മയെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. വിശദാംശങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശശിനാരായണൻ, ഏറെ ദാരുണമായിട്ടുള്ളൊരു സംഭവമായിരുന്നു 10 വർഷം മുൻപ് നടന്ന റീന കൊലക്കേസ്. 10 വർഷത്തിന് ശേഷമാണ്, അത് 2014 നടന്ന കേസിൽ 10 വർഷത്തിന് ശേഷമാണ് കേസിൽ വിധി വരുന്നത്. ശിക്ഷ എന്ന് വിധിക്കും? 2014 ഡിസംബർ 28 റാന്നി പൂഴിക്കുന്നത്ത് റീനയെ ഭർത്താവ് മനോജ് തലക്കടിച്ച് കൊലപ്പെടുത്തുന്നത്. എന്തായാലും സംശയ രോഗമാണ് മനോജിനുണ്ടായിരുന്നത്. ഭാര്യയെയും പരപുരുഷമായിട്ടുള്ള ബന്ധം ആരോപിച്ചാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകം നടത്തിയത്. അതും മക്കളുടെ മുന്നിൽ വെച്ച് 10ഉം 11ഉം വയസ്സുള്ള മക്കളുടെ മുന്നിൽ വെച്ചാണ് കൊലപാതകം നടത്തിയത്. റീനയുടെ മാതാവും ആ സ്ഥലത്തുണ്ടായിരുന്നു. പലപ്പോഴും ഇത്തരത്തിൽ സംശയം പറഞ്ഞ് മദ്യപിച്ചെത്തിയതിനു ശേഷം റീനയെ പല പ്രാവശ്യവും ക്രൂരമായി മർദ്ദിക്കുന്ന സ്വഭാവക്കാരനാണ് മനോജ്. അത്തരത്തിലാണ് 2014 ഡിസംബർ 28 രാത്രിയും ഇത്തരത്തിലൊരു വഴക്കുണ്ടാവുകയും മർദ്ദനം ഉണ്ടാവുകയും ചെയ്തു. ഇഷ്ടിക വെച്ച് തലക്കടിക്കുകയും ഒപ്പം ജാക്കി ലിവർ കൊണ്ട് അടിച്ചുമാണ് ഈ കൊലപ്പെടുത്തിയത്. അവിടെ നിന്നും ആശുപത്രിയിൽ കൊണ്ടുവന്ന വഴിക്കാണ് ഓട്ടോറിക്ഷ വെച്ചും ഈ മനോജ് ക്രൂരമായി റീനയെ മർദ്ദിച്ചു. അത്തരത്തിലൊരു മർദ്ദനത്തിന്റെ ഫലമായിട്ടാണ് ഈ റീന മരണമടയുന്നത്. ആ ഒരു കേസാണ് ഇന്ന് കോടതിയിൽ, പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻ കോടതിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിധിയാണെന്ന് പറഞ്ഞത്, ശിക്ഷയാണ് വിധിച്ചത്. എന്തായാലും കോടതി മനോജ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൊലപാതകം, തടഞ്ഞുവെക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ കോടതി ചുമത്തിയിട്ടുണ്ട്. നാളെയാണ് ഇത് സംബന്ധിച്ചുള്ള ശിക്ഷ വിധിക്കുക. എന്തായാലും ക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ ശിക്ഷ 11 വർഷത്തിന് ശേഷമാണ് കോടതി കുറ്റക്കാരനെന്ന് കോടതി ഇത് കണ്ടെത്തുന്നത്. നാളെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ശിക്ഷ വിധിക്കുക. വ്യക്തമാണ്. നാളെയാണ് പത്തനംതിട്ട റീന കൊലക്കേസിൽ പ്രതിക്കുള്ള ശിക്ഷ വിധിക്കുക.